Hi friends, once again welcome back to EduTutor. MEG 10 Unit 1 Block 1 Unit 1 ഓൾറെഡി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ കാണുക, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. യൂണിറ്റ് 2 ബ്ലോക്ക് 1 തന്നെ യൂണിറ്റ് 2 ക്വസ്റ്റ്യൻ നമ്പർ 1, 2, 3, 4, 5, 6 ഇത്രയും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സോ കാണാത്തവർ അതെല്ലാം കാണുക. സോ വി മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 7. Macauley's plea for cultural assimilation of the natives is actually a new strategy of socio-political control. Examine the minute in the light of the statement. ഇന്ത്യക്ക് വേണ്ടിയിട്ട് മാക്യുലെ അപേക്ഷിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൾച്ചറൽ അസിമിലേഷനാണ്, സാംസ്കാരികമായിട്ടുള്ള ഒരു സമന്വയത്തിന് വേണ്ടിയിട്ട്. അത് എങ്ങനെയാണ് നമുക്ക് നോക്കി കാണാൻ പറ്റുക? അതൊന്ന് എക്സാമിൻ നമ്മൾക്ക് ചെയ്യേണ്ടി വരും. കാരണം ഇതിന് പിന്നിൽ അദ്ദേഹത്തിന് സോഷ്യോ പൊളിറ്റിക്കലായിട്ടുള്ള അദ്ദേഹത്തിന് എന്തെങ്കിലും അജണ്ടയുണ്ടോ, എന്തെങ്കിലും കുറുക്കുബുദ്ധി ഉണ്ടോ എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. അപ്പോൾ അതൊന്ന് എക്സാമിൻ ചെയ്യാനാണ് ചോദ്യം. Macauley's Minute on Indian Education, a strategy for socio-political control. Macauley's Minute on Indian Education, written in 1835, is a significant document that shaped the educational policy of British English India. On the surface, it appears to be a discussion on the benefits of English education for Indians. However, upon closer examination, it reveals a strategy for socio-political control. മാക്യുലയുടെ മിനിറ്റ് ഓൺ ഇന്ത്യൻ എഡ്യൂക്കേഷൻ പബ്ലിഷ് ചെയ്തത് 1835. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെൻ്റ് ആണ് നമ്മുടെ എഡ്യൂക്കേഷൻ പോളിസി സിസ്റ്റത്തിൽ തന്നെ. നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇത് മുഖേന നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടായിട്ടുണ്ടോ ഇന്ത്യൻസിന്? ഷുവർ ആൻഡ് സർട്ടൻ we had benefited and we have benefited from യൂറോപ്യൻ എഡ്യൂക്കേഷൻ അല്ലേ? അതേസമയം തന്നെ അവരുടെ ബെനിഫിറ്റ്സും എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും. നമുക്ക് നോക്കി കാണാം. The supposed benefits of English education. Macaulay argues that English education is superior to native learning and that it is the duty of the British to impart this knowledge to Indians. He believes that English literature, language and sciences are far more valuable than Oriental learning. According to Macaulay, the goal is to create a class of Indians who are Indian in blood and color, but English in taste, in opinions, in morals and in intellect. മാക്യുലെ ഇവിടെ വാദിക്കുന്നത് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഒത്തിരി ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകും എന്നൊക്കെ തന്നെയാണ്. അവരുടെ സിസ്റ്റത്തിൽ തന്നെ, ഇന്ത്യയുടെ സിസ്റ്റത്തിൽ തന്നെ ലിറ്ററേച്ചറിലാവട്ടെ, ലാംഗ്വേജ്, സയൻസ്, ഇതിലെല്ലാം തന്നെ വ്യത്യാസങ്ങൾ കാണും. കാരണം അദ്ദേഹം കമ്പയർ ചെയ്യാണ് ഇന്ത്യയിൽ അന്ന് ഉണ്ടായിക്കൊണ്ടിരുന്ന നമ്മളുടെ സംസ്കൃത്, അങ്ങനെ ഇന്ത്യൻ ലിറ്ററേച്ചേഴ്സ് അത് കമ്പയർ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ വളരെയധികം വ്യത്യസ്തത കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ കൾച്ചറും അവരുടെ എല്ലാം തന്നെ നമുക്ക് വാല്യൂസൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ ഒത്തിരി മാറ്റമുണ്ടാകുമെന്ന് അദ്ദേഹം ഇന്ത്യൻ ലാംഗ്വേജസിനും ഇന്ത്യൻ കൾച്ചേഴ്സിനും കമ്പയർ ചെയ്തുകൊണ്ട് വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ പിന്നിലുള്ള ദുരുദ്ദേശം എന്താണ്? അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. മാക്യുലെയ്ക്കൊരു ഗോൾ ഉണ്ടായിരുന്നു. ആ ഗോൾ എന്ന് പറയുന്നത് ഇന്ത്യൻസായി തന്നെ നിൽക്കും. ബ്ലഡ് ആൻഡ് കളറിൽ ഇന്ത്യൻസ് മാറുന്നില്ല. അതേസമയം ഇന്ത്യൻസിൽ എന്താണ് മാറ്റം സംഭവിക്കുന്നത്? അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ ചിന്താഗതികൾ എല്ലാം തന്നെ ബ്രിട്ടീഷേഴ്സിൻ്റെ, യൂറോപ്യൻസിൻ്റെ ആക്കുകയാണ് അവർ ചെയ്യുന്നത്. കൾച്ചറൽ അസിമിലേഷൻ ആൻഡ് കൺട്രോൾ. Macaulay's proposal for English education is not just about imparting knowledge but also about cultural assimilation. He wants Indians to adopt Western values, customs and beliefs, effectively erasing their cultural identity. This process of acculturation would make Indians more loyal to British rule and less likely to resist colonial authority. ഇവിടെ മാക്യുലയുടെ ഒരു പ്രപ്പോസൽ, ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇന്ത്യൻസ് അഡോപ്റ്റ് ചെയ്യണമെന്നുള്ള ഈ ഒരു പ്രപ്പോസൽ മുഖേന അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇന്ത്യൻസ് അല്ലാതെ അവരെ യൂറോപ്യൻസ് ആക്കി മാറ്റുക, യൂറോപ്യൻസിൻ്റെ വാല്യൂസൊക്കെ
കാണിച്ചുകൊണ്ട് യൂറോപ്യൻസ് തലമുറയാക്കി മാറ്റുക അല്ലെങ്കിൽ യൂറോപ്യൻസ് ആക്കി മാറ്റുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഉദ്ദേശം. പ്രാക്ടിക്കൽ യൂട്ടിലിറ്റി ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ. Macaulay Minute also highlights the practical benefits of English education. He argues that English is a language of commerce and government, and that Indians who learn English will be better equipped to participate in the colonial economy. Moreover, English education will create a class of Indians who can serve as intermediaries between the British and the Indian masses. മാക്ലേ അദ്ദേഹത്തിൻ്റെ മിനിറ്റ് ഓഫ് എഡ്യൂക്കേഷനിൽ ധാരാളം കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ മുഖേന എന്തൊക്കെ ബെനഫിറ്റ്സ് ആണ് ഇന്ത്യൻസ് നേടാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ ഒരു ഓഫർ പോലെ അദ്ദേഹം വെക്കുകയാണ് ചെയ്യുന്നത്. എന്തൊക്കെയാ അത്? ഒന്ന്, നമുക്ക് എക്കണോമിക്കലി ധാരാളം ബെനഫിറ്റ്സ് ഉണ്ടാവും. നമ്മുടെ ഗവൺമെൻറ് സിസ്റ്റം ഒക്കെ ആകെ മാറി നമുക്ക് ധാരാളം എക്യുപ്മെൻറ്റ്സും ധാരാളം സാധ്യതകൾ ഒക്കെ കൂടുന്ന, അതിന് പ്രോഗ്രസ് ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ മാറും. പിന്നെ നമ്മളുടെ ഇന്ത്യൻസിൽ തന്നെ ഒരു വിഭാഗം ആൾക്കാരെ സെലക്റ്റഡ് ആയിട്ട് അവർക്ക് ഇന്ത്യൻ റൂളേഴ്സായിട്ട് മാറാനുള്ള ഒരു സാധ്യതയും കൂടി അദ്ദേഹം കാണിക്കുകയാണ് ചെയ്യുന്നത്. ക്രിട്ടിക് ഓഫ് Macaulay's Minute. Post-colonial critics argue that Macaulay's Minute is a manifestation of imperial arrogance and cultural intolerance. They contend that Macaulay's dismissal of Indian culture and literature is based on a superficial understanding of Indian society. Moreover, the Minute's emphasis on cultural assimilation is seen as a strategy to maintain British control over India. ഇതിനുശേഷം ധാരാളം പോസ്റ്റ് കൊളോണിയൽ ക്രിട്ടിക്സ് ഇന്ത്യയിൽ വളർന്നു വന്നു. അപ്പോൾ അവരുടെ ഒരു കാഴ്ചപ്പാടിൽ, അവരുടെ മനസ്സിലാക്കൽ പ്രകാരം മാക്കുലെ എന്നൊരു വ്യക്തി എന്താ പറയുക, ഒരു കുറുക്കൻ്റെ ബുദ്ധിയിൽ അദ്ദേഹം കളിച്ച കളികളാണിത് മുഴുവൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയോടോ നമ്മളുടെ കൾച്ചറിനോടോ ഒന്നും തന്നെ അദ്ദേഹത്തിന് ഒരു വിധത്തിലും സ്നേഹമൊന്നും ഉണ്ടായിരുന്നില്ല. മറിച്ച് എന്തായിരുന്നു, അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ യൂറോപ്യൻസിന് വേണ്ടി മാത്രം വർക്ക് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് മാക്കുലെ. അദ്ദേഹം ഒട്ടും തന്നെ ഭയങ്കര അരോഗൻ്റ് ആയിട്ടുള്ള, എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എന്താ പറയുക, വളരെ ഇൽട്രീറ്റ് ആയിട്ടാണ് നമ്മളുടെ ഇന്ത്യൻസിനെ അവർ വളരെയധികം മോശമായിട്ട് പെരുമാറിയിരുന്നു ഇന്ത്യൻസിനോട്. അതുപോലെ തന്നെ കൾച്ചറൽ ഇൻടോളറൻസ് നമ്മളിനെ ഒരു വിധത്തിലും അവർ ടോളറേറ്റ് ചെയ്തിരുന്നില്ല. അടിച്ചമർത്തുന്ന ഒരു കാലഘട്ടമായിരുന്നു ബ്രിട്ടീഷേഴ്സ് ഇന്ത്യയിൽ വന്നപ്പോൾ തന്നെ. അപ്പോൾ ഇതൊക്കെ എന്തായിരുന്നു, പിന്നെ അവരുടെ ബെനിഫിറ്റ്സിന് വേണ്ടി ഇദ്ദേഹം വെറുതെ ഒരു മാസ്ക് ധരിച്ചിരിക്കുകയായിരുന്നു, വെറുതെ ഒരു മുഖംമൂടി ധരിച്ച് നമ്മളെ കബളിപ്പിക്കുന്ന ഒരു പരിപാടിയായിരുന്നു ഇവിടെ നടത്തിയിരുന്നത്. അല്ലാതെ വെറുതെ കൾച്ചറൽ അസിമിലേഷൻ എന്ന് പറഞ്ഞിട്ട് ഒന്നും തന്നെ ഒരു ബെനിഫിറ്റ്സും ഇന്ത്യക്ക് നേടിക്കൊടുക്കാനായിട്ട് അവർ ആഗ്രഹിച്ചിരുന്നില്ല. In conclusion, Macaulay's Minute on Indian Education reveals a complex strategy for socio-political control. While it appears to be a benevolent attempt to impart Western knowledge to Indians, it is actually a calculated move to create a class of Indians who are loyal to British rule and culturally assimilated. The legacy of Macaulay's Minute continues to shape India's educational system and cultural identity, with ongoing debates about the role of English language and Western knowledge in Indian society. Question number 8. Critically analyze Macaulay's attack on the Orientalist position on Indian education. മാക്കുലെ എങ്ങനെയാണ് ഇന്ത്യൻ എഡ്യൂക്കേഷനിൽ ഓറിയൻ്റലിസ്റ്റിൻ്റെ പൊസിഷനെ അറ്റാക്ക് ചെയ്തതെന്ന് വിശദീകരിക്കാനായിട്ടാണ് പറയുന്നത്. Macaulay's attack on Orientalist position. A critical analysis, Macaulay's Minute on Indian Education 1835 marks a significant shift in British colonial policy, favoring English education over Oriental learning. Macaulay's attack on the Orientalist position can be seen as a strategic move to promote British interest in India. ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, 1835 മാക്കുലയുടെ മിനിറ്റ് ഓൺ ഇന്ത്യൻ എഡ്യൂക്കേഷൻ നിലവിൽ വന്നത്, ആ ഒരു ഡോക്യുമെൻ്റ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ
ഇംഗ്ലീഷ് എഡ്യൂക്കേഷനും ഓറിയൻ്റൽ ലേണിംഗ് തമ്മിൽ എന്താണ് ഒരു ബന്ധമുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഓറിയൻ്റൽ പൊസിഷനെ മാക്യുലെ നോക്കിക്കാണുന്നത് എന്ന് നമുക്ക് നോക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓറിയൻ്റൽ പൊസിഷനോട് ആരാ ഈ ഓറിയൻ്റലിസ്റ്റ്? അവരായിരുന്നു ശരിക്കും ബ്രിട്ടീഷേഴ്സിനെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ബ്രിട്ടീഷ് കൾച്ചറിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഇന്ത്യൻസിൽ തന്നെ റൂളേഴ്സായിട്ട് നിന്ന ഒരു വിഭാഗം ആൾക്കാർ. അപ്പോൾ അവരെ എത്രമാത്രം മാക്യുലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും? ആത്മാർത്ഥമായിട്ട് വല്ല സപ്പോർട്ടും കൊടുത്തിട്ടുണ്ടായിരിക്കുമോ? തോന്നുന്നില്ല. പിന്നെയോ അവരുടെ ബ്രിട്ടീഷേഴ്സിൻ്റെ ഒരു ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്തതാണ്. Assumptions about Indian culture and learning. Macauley's critique of Oriental learning is based on his assumptions that European literature and science are superior to Indian knowledge and system. He dismisses Indian language and literature as inferior, claiming that they lack the vast intellectual wealth of Europe. This Eurocentric view ignores the rich cultural heritage and intellectual traditions of India. യൂറോപ്യൻ ലാംഗ്വേജും അവരുടെ കൾച്ചറും അവരുടെ വാല്യൂസിനൊക്കെ നമ്മളിങ്ങനെ പൊക്കിയെടുത്ത് പറയുമ്പോൾ, അല്ലെങ്കിൽ അവരും ഇന്ത്യൻസിനും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മുങ്ങിപ്പോകുന്നത് ഇന്ത്യൻ കൾച്ചർ എന്ന് പറയുന്നത് യൂറോപ്യൻ കൾച്ചർ പോലെയല്ല, വളരെ വ്യത്യസ്തതയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി കൾച്ചറൽ ഹെറിറ്റേജ് ഉള്ള ഒരു കൾച്ചർ തന്നെയാണ് ഇന്ത്യക്കുള്ളത്. പിന്നെ യൂറോപ്യൻസിനൊക്കെ ആകെയുള്ള ലാംഗ്വേജാണ് ഇംഗ്ലീഷ്. അതേസമയം ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ മൾട്ടി ലാംഗ്വേജസ് ആണ്. യൂറോപ്യൻസിനെ ഒരിക്കലും നമ്മളായിട്ട് കമ്പയർ ചെയ്ത് നമ്മളോട് ഏറ്റുമുട്ടാൻ പറ്റില്ല. അതുകൊണ്ടാണല്ലോ അവർക്ക് നമ്മളുടെ ഭാഷ പഠിക്കാൻ പറ്റാതെ അവരുടെ ഭാഷ വന്ന് നമ്മളെ പഠിപ്പിക്കാൻ നിന്നത്, അല്ലേ? പക്ഷെ അവരെങ്ങനെയാണ് അവരെന്താണ് അസ്യൂം ചെയ്യാൻ ശ്രമിച്ചിരുന്നത്? അവരുടെ ഭാഷ, അവരുടെ കൾച്ചർ ഇതൊക്കെയാണ് നമ്മളെക്കാട്ടിലും സുപ്പീരിയർ ആയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഇന്ത്യൻ ലാംഗ്വേജ്, ഇന്ത്യൻ ലിറ്ററേച്ചറിലൊക്കെ ഒത്തിരി മാറ്റമുണ്ടാകും. അവരെ തന്നെ ഉയർത്തി കാണിക്കുകയാണ് വാസ്റ്റ് ഇൻ്റലക്ച്വൽ വെൽത്താണ് യൂറോപ്പിലുള്ളത് എന്ന്. പക്ഷേ അവിടെയൊക്കെ നമ്മൾ ഇൻഫീരിയർ ആയിക്കൊണ്ടിരിക്കുകയാണെന്ന കാര്യം ഒരിക്കലും മറക്കരുത്. Orientalist response. The Orientalists such as H.H. Wilson and W.H. Macnaghten criticized Macaulay's minute for its lack of understanding of Indian culture and its impracticality. They argued that the new policy would alienate the Indian masses and create dissatisfaction among the native population. The Orientalists favored a more gradual approach to introducing Western knowledge, building on existing Indian learning system. ഓറിയൻ്റലിസ്റ്റ് H.H. വിൽസൺ, W.H. മാക്നോട്ടൻ ഇവരൊക്കെ മാക്ലയുടെ മിനിറ്റ് ഓഫ് എഡ്യൂക്കേഷനെ ക്രിട്ടിസൈസ് ആണ് ചെയ്യുന്നത്. അവർക്ക് മനസ്സിലാകുന്നില്ല മാക്യുലെ ചെയ്യുന്നത് മുഖേന എന്ത് ഗുണമാണ് ഇന്ത്യയിൽ ലഭിക്കാൻ പോകുന്നത്. പിന്നെയല്ല അവർ പറഞ്ഞത് ഇന്ത്യയെക്കുറിച്ച് താങ്കൾ ശരിയായ രീതിയിൽ പഠിച്ചിട്ടില്ല എന്നൊരു ആർഗ്യുമെൻ്റാണ് അവർ ഉന്നയിക്കുന്നത്. പിന്നെ ഓറിയൻ്റലിസ്റ്റ് അവർക്ക് കൂടുതലായിട്ടും അവർ പറയുന്നത് വെസ്റ്റേൺ നോളജിനെ ഇവിടെ ഇന്ത്യയിൽ പ്രൊമോട്ട് ചെയ്തുകൊള്ളുക. പക്ഷേ ഇന്ത്യയിൽ എന്താണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാസ്റ്റ് കൾച്ചർ ഉണ്ട് ഓൾറെഡി. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാർ എങ്ങനെ സാറ്റിസ്ഫൈഡ് ആകുമെന്ന കാര്യത്തിൽ ഓറിയൻ്റലിസ്റ്റിന് ഒത്തിരി സംശയമാണുള്ളത്. Power dynamics. Macaulay's minute reveals a complex power dynamic between the British colonizers and the Indian colonized. The British sought to impose their cultural values and knowledge system on Indians, creating a class of Indians who would be Indian in blood and color, but English in taste, in opinion, in morals, and in intellect. The cultural assimilation would facilitate British control over India. നമ്മൾ മുന്നേ പഠിച്ച ക്വസ്റ്റ്യൻസിൽ കണ്ട കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻസിനെ ഇന്ത്യൻസ് ആക്കുക എന്നതല്ല, ഇന്ത്യൻസ് ബ്ലഡിലും കളറിലൊക്കെ ഇന്ത്യൻസ് ആയിരിക്കെ അവരെ ബ്രിട്ടീഷേഴ്സ് ആക്കി മാറ്റുക എന്നതായിരുന്നു മാക്യുലെ പോലെയുള്ള ആൾക്കാരുടെ ഒരു ഉദ്ദേശം. അതിനു വേണ്ടിയാണ് ഈ ഓറിയൻ്റലിസ്റ്റ് പോലെയുള്ള ആൾക്കാരെ ഈ മാക്യുലെ സപ്പോർട്ട് ചെയ്തിരുന്നതും. അവർക്ക് ഓറിയൻ്റലിസ്റ്റ് ഓൾവേസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷേഴ്സിനെ അല്ലെങ്കിൽ യൂറോപ്യൻസിൻ്റെ ലാംഗ്വേജും കൾച്ചറൊക്കെ
സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ അവർക്കൊരു അവരെ പ്രൊമോട്ട് ചെയ്യാൻ സഹായിക്കുന്നവരാണ് ഈ ഓറിയൻ്റലിസ്റ്റ്. അപ്പോൾ ഇത് മുഖേന ഇന്ത്യയിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ വിഭാഗങ്ങളായി മാറുകയായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഈ മാക്കുലയുടെ മിനിറ്റിലും റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. Pragmatism of Macula's Minute. Macula's Minute can be seen as a pragmatic move to consolidate British power in India. By promoting English education, the British could create a class of Indians who would serve as intermediaries between the British and the Indian masses. This would help maintain British control and facilitate the growth of trade and commerce. മാക്കുലയുടെ മിനിറ്റ്സ് ഓഫ് എഡ്യൂക്കേഷൻ്റെ പ്രായോഗികതയെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ പാരഗ്രാഫിൽ ഡിസ്കസ് ചെയ്യുന്നത്. മാക്കുലയുടെ മിനിറ്റ്സ് ഓഫ് എഡ്യൂക്കേഷനാണ് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ കാരണമായത് ബ്രിട്ടീഷ് പവർ ഇന്ത്യയിൽ വരാനായിട്ടും ബ്രിട്ടീഷ് പവർ ഒരു ആധിപത്യം ഇന്ത്യയുടെ മേലെ സ്ഥാപിതമാകാനും അത് മുഖേന ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ പ്രൊമോട്ട് ചെയ്തു. അതിനുശേഷം ഒരു ക്ലാസ് ഓഫ് ഇന്ത്യൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻസിൽ തന്നെ ഒരു ഡിവിഷൻ ഉണ്ടായി. അവർ ഇൻ്റർമീഡിയറീസ് ആയിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിഭാഗം ആൾക്കാർ സെപ്പറേറ്റ് ഇവർ വളർത്തിയെടുത്തു എന്ന് തന്നെ പറയാം യൂറോപ്യൻസ്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു ബെനഫിറ്റ്സിന് വേണ്ടി തന്നെയായിരുന്നു അങ്ങനെ ഒരു കാര്യം ചെയ്തിരുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബ്രിട്ടീഷുകാർ ഇന്ത്യൻസിനെ കൺട്രോൾ ചെയ്തതും ഇവിടെ ആധിപത്യം സ്ഥാപിച്ചതും എല്ലാം തന്നെ അവരുടെ ഒരു ട്രേഡ് ആൻഡ് കോമേഴ്സിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടായിരുന്നു. കൺക്ലൂഡിങ്ങിലോട്ട് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും ചെയ്യാനായിട്ട് മറക്കരുത്. ഓക്കെ, കൺക്ലൂഷൻ. In conclusion, Macula's attack on the Orientalist position reflects a broader strategy of cultural assimilation and control. While the Orientalists raised valid concerns about the impracticality of Macula's Minute, the document's impact on Indian education and culture cannot be overstated. The legacy of Macula's Minute continues to shape India's educational system and cultural identity, with ongoing debates about the role of English language and Western knowledge in Indian society. മാക്കുലെ ഓറിയൻ്റലിസ്റ്റിൻ്റെ ആ പൊസിഷനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും അതുപോലെ തന്നെ ഓറിയൻ്റലിസ്റ്റ് തിരിച്ച് മാക്കുലയുടെ മിനിറ്റ്സ് ഓഫ് എഡ്യൂക്കേഷനെ സപ്പോർട്ട് ചെയ്തിരുന്നില്ല. അതിനൊന്ന് ആർഗ്യൂ ചെയ്തിരുന്നു അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്തിരുന്നു. എന്നിരുന്നാലും ഈ മിനിറ്റ്സ് ഓഫ് എഡ്യൂക്കേഷൻ മുഖേനയാണ് ഇന്ത്യയിൽ യൂറോപ്യൻസ് ഒരു ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കൊണ്ടുവന്നതും അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായതും. ഇത് മുഖേന ഇന്ത്യയിൽ വന്ന മാറ്റം എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ മാറ്റം തന്നെയാണ്. ഇന്നും ഒത്തിരി മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് ഇന്ത്യയിൽ. അതിൻ്റെ എല്ലാം അടിത്തറ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് എഡ്യൂക്കേഷനാണ് എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ വെസ്റ്റേൺ നോളജും ഈ ഇംഗ്ലീഷ് ലാംഗ്വേജും എല്ലാം തന്നെ നമുക്ക് ഗുണകരം തന്നെയായിട്ടാണ് മാറിയിട്ടുള്ളത്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ മനസ്സിലാകാത്ത ഏതെങ്കിലും പോർഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ തന്നെ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. Okay, so thank you for watching the video, and we'll meet you soon with the next video. By then, take care and goodbye.